മാരകമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പല നാടുകളിലും പല വീടുകളിലും വലിയ പ്രയാസത്തിലാണ്. അല്ലാഹുവേ, കാമിലായ ആജിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ വിഷമത്തിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ഖദീജ ഉമ്മ എന്ന പൊന്നാര ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് യാ അല്ലാഹ്, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒരു വിഷമവും നീ നൽകല്ല അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെല്ലാവരും പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ്. പക്ഷേ ഞങ്ങളെ ഹദറത്ത് എത്ര ബഹുമാനമുള്ള ഹദറത്താണ്, നിന്റെ ആദ്യത്തെ ഭവനമുള്ള ഹദറത്താണ്. അല്ലാഹുവേ, കഅബ എന്ന ഞങ്ങളെ ഖിബലയുള്ള ഹദറത്താണ്, മുത്തു റസൂലുള്ള ജനിച്ച ഹദറത്താണ്. അല്ലാഹുവേ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന പുണ്യമായ ഹദറത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കഥ പറയുന്ന ഹദറത്താണ്. ഹാജറ ഉമ്മാന്റെ കഥ പറയുന്ന ഹദറത്താണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കഥ പറയുന്ന ഹദറത്താണ്. അല്ലാഹുവേ, സഫയും മറുവയും പരിശുദ്ധമായ ജബലുൻ നൂറും ജബലു സൗറും ഒക്കെ ഉള്ള ഹദറത്താണ്. യാ അല്ലാഹ്, നിന്റെ ഏറ്റവും പുണ്യമേറിയ വിശുദ്ധ കലാമാകുന്ന ഖുർആൻ അത് ഇറക്കാൻ വേണ്ടി നീ തിരഞ്ഞെടുത്ത പുണ്യമായ ഹദറത്താണ്. ഇസ്ലാമിൻ്റെ പോറ്റില്ലമാണ്, ഈറ്റില്ലമാണ്. അല്ലാഹുവേ, ഏറ്റവും പവിത്രമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഖൽബുൽ മുസ്തഫ മുത്തു റസൂലുള്ളാഹിന്റെ ഖൽബ് എന്ന സ്ഥാനപ്പേര് നേടിയ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളെ കൊടുത്ത, സമാധാനം കൊടുത്ത, ശാന്തി കൊടുത്ത, സ്നേഹം കൊടുത്ത, ഹുബ്ബ് കൊടുത്ത, എല്ലാം കൊടുത്ത, ശരീരം മുഴുവനും മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് അവിടുത്തെ എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടി താങ്ങും തണലുമായി ജീവിച്ച്, അതേ ചൂടെന്നോ വെയിലെന്നോ മലയെന്നോ ശത്രുക്കളെന്നോ നോക്കാതെ, ശരീരം നോക്കാതെ എല്ലാം ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് 6-7 കിലോമീറ്റർ നടന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മലയുടെ മുകളിൽ കയറി മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത്, അങ്ങനെ ഫാത്തിമ ഉമ്മയെ ഗർഭം ധരിച്ച അവസ്ഥയിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ച് മുത്തു റസൂലുള്ള പച്ചിലകൾ തിന്ന് ജീവിക്കുമ്പോൾ മഹദിയായ ഉമ്മ ആ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് നടന്ന് കിലോമീറ്ററുകൾ നടന്ന് അതേ ഷീബ് അബി താലിബിന്റെ മലഞ്ചെരുവുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത ഉമ്മ എത്ര വലിയ മഹത്വമുള്ള ഉമ്മയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ ഈ പാവപ്പെട്ടയാളെയാണോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എൻ്റെ സമ്പത്ത് മുഴുവനും ഇന്ന് മുതൽ മുത്തു റസൂലുള്ളാഹിൻ്റെതാണെന്ന് പറഞ്ഞ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഏറ്റവും വലിയ പണക്കാരനാണ് എൻ്റെ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ സമർപ്പിച്ച് മലമുകളിലേക്ക് കയറി വരുമ്പോ അവിടെ നിന്ന് കടന്നു വരുന്നത് കണ്ട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം താടിക്ക് കൈവച്ച് പോയ അത്രയും വലിയ മഹദിയായ ഉമ്മ, നീ സലാം പറഞ്ഞ ഉമ്മ, നീ സ്വർഗത്തിൽ മനോഹരമായ വീടുകൾ ഒരുക്കി വെച്ച ഉമ്മ, ആ ഉമ്മാന്റെ ഹദറത്തിൽ വച്ച് ഞങ്ങൾ ചോദിക്കുമ്പോ, ഞങ്ങളെ ഉമ്മമാര് കൈകൾ നീട്ടുമ്പോ, ഞങ്ങളെ സഹോദരിമാരും പെൺമക്കളും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മദനീയം കുടുംബങ്ങളും കൈനീട്ടുമ്പോ, അല്ലാഹുവേ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഇന്നാലിന്ന വിഷയമൊന്നും
നിന്നോട് എണ്ണി എണ്ണി പറയേണ്ട ഒരു ആവശ്യവുമില്ല. ആരാണ് കൈകൾ നീട്ടിയത്, അവരുടെ മുറാദ് എന്താണ്, അവരുടെ നാടേതാണ്, പേരെന്താണ്, എല്ലാ ആഗ്രഹങ്ങളും അറിയുന്ന യജമാനനായ റബ്ബേ, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഒരാളെയും നീ ഖായിബാക്കി മടക്കാതെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നീ ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, വിഷമങ്ങൾ നൽകല്ലേ അല്ലാ, പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേ അല്ലാ, ബലാ മുസീബത്തുകൾ തട്ടി ദൂരത്താക്കണേ അല്ലാ, ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഖദീജ ഉമ്മാന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. മദദ് ഞങ്ങൾക്ക് തരണേ അല്ലാ. സഹായം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഈ മഹത്വങ്ങളെല്ലാം മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിവാഹപ്രായമായവർ, രോഗികൾ, അല്ലാഹുവേ, ജയിലുകളിൽ കുടുങ്ങിയവർ, യാ അല്ലാഹ്, ശാരീരികമായ സാമ്പത്തികമായ കുടുംബപരമായ സാമ്പത്തികമായ കടമുള്ളവര്, കച്ചവടങ്ങൾ, ബിസിനസ്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാമ്പത്തികമായി കിട്ടാനുള്ളത്, സംസാരിച്ച് കാര്യങ്ങൾ റെഡിയാക്കേണ്ടത്, അല്ലാഹുവേ, എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഫൈസൽഹാജിയുടെ ഉപ്പയും ഉമ്മയടക്കം, എൻ്റെ ഉപ്പ, എൻ്റെ സഹോദരി അടക്കം, ഈ മജ്ലിസിൽ പങ്കെടുത്തിരുന്നവർ, ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയിരുന്നവർ, ദിക്ർ ചൊല്ലിയിരുന്നവർ, സ്വലാത്ത് ചൊല്ലിയിരുന്നവർ, റസാഖ് ഉസ്താദിന്റെ ഫാമിലിയിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, യാ അല്ലാഹ്, അതെല്ലാം ഖബറിലുണ്ടോ, ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസിൽ സവാബ് അവരെ ഖബറിലേക്ക് എത്തിച്ച് മണ്ണറ നീ മണിയറായാക്കണേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ റാഹത്ത് നൽകണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളുടെ ഭാര്യമാരുടെ മാതാപിതാക്കൾ, ഭർത്താക്കന്മാരുടെ മാതാപിതാക്കൾ, അവരുടെ ജ്യേഷ്ഠത്തിമാര്, അനുജത്തിമാര്, സഹോദരന്മാര്, സഹോദരിമാര്, അവരുടെ ഭർത്താക്കന്മാര്, പിഞ്ചുമക്കള്, അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മുറാദ് നീ ഹസുലാക്കണേ അല്ലാ, ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ പെടുത്തണേ റഹ്മാനേ. അല്ലാഹ്, യാ അല്ലാഹ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറയും ഉമ്മാനെ സിയാറത്ത് ചെയ്യാനുള്ള അവസരവും ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖിൽ ഫാത്തിഹത്തിൽ മുഅല്ല